US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ബലാറസ് താരം ആര്യാന സബലെങ്കയ്ക്ക്. ഫൈനലിൽ അമേരിക്കയുടെ അമാൻഡ അനിസിമോവയെ കീഴടക്കി. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ചാമ്പ്യന്മാർ. ഫൈനലിൽ കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തോൽപ്പിച്ചു. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം ഉസ്ബെക്കിസ്ഥാന്. ഫൈനലിൽ ഇറാനെ 1-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനം. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒമാനെ 3-2 കീഴടക്കിയാണ് ഇന്ത്യ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിൽ വിയ്യപുരം ചുണ്ടന് കിരീടം. ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ 4-1 പരാജയപ്പെടുത്തി. 2026 T20 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥ്യം വഹിക്കും. ദക്ഷിണാഫ്രിക്കയെ 342 റൺസിന് കീഴടക്കി ഏകദിന ക്രിക്കറ്റിലെ റൺസ് അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജയം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇംഗ്ലണ്ട്. ഇതോടെ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ നേടിയ 317 റൺസിൻ്റെ റെക്കോർഡ് ജയം പഴങ്കഥയായി. ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റർ ചേതേശ്വർ പൂജാര ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഫിഡെ ചെസ് ലോകകപ്പ് ഗോവയിൽ നടക്കും. ബീഹാറാണ് 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ഹിമാലയൻ കിങ്ഫിഷറാണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നം. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ്. മുംബൈയാണ് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന് സർവേ. RBI മുൻ ഗവർണർ ഉർജിത് പട്ടേൽ IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായി. ഷങ്ഹായ് സഹകരണ സംഘടനയുടെ സുരക്ഷാ ഉച്ചകോടി ചൈനയുടെ വടക്കൻ തുറമുഖ നഗരമായ ടിയാൻജിനിൽ നടന്നു. 2025 ആഗോള സമാധാന സൂചിക പുറത്തുവിട്ട പട്ടികയിൽ ഐസ്ലൻഡാണ് 1-ാമത്. ഇന്ത്യ 155-ാം സ്ഥാനത്ത്. പേരമ്പൂരിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്ത്തോങ് തരൺ ഷിനവത്ര അധികാരത്തിൽ നിന്ന് പുറത്തായി. സീഷെൽസിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി മലയാളിയായ രോഹിത് രതീഷിനെ നിയമിച്ചു. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി. പപ്പുവ ന്യൂഗിനി എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രിയായി മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സൈൻ ബൊബോറോ നായകനായ സിനിമയാണ് പപ്പ ബുക്ക. എഴുത്തുകാരനും അധ്യാപകനുമായ കാസിം വാടാനപ്പള്ളി അന്തരിച്ചു. കവിയും എഴുത്തുകാരനുമായിരുന്ന U ജയചന്ദ്രൻ അന്തരിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ചു. വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി അന്തരിച്ചു. ബ്രിട്ടീഷ് റോക്ക് ഗായകൻ റിക്ക് ഡേവിസ് അന്തരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ M നന്ദകുമാർ അന്തരിച്ചു. ശുക്രനിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യമാണ് വെനേറ-D. രക്തചന്ദ്രൻ, ബ്ലഡ് മൂൺ എന്ന് വിളിക്കപ്പെടുന്ന ചെമ്പൻ നിറത്തിൽ കാണപ്പെടുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ 7-ാം തീയതി ദൃശ്യമായി. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വച്ചുപിടിപ്പിച്ച് ചൈന. ഗർഭാശയഗള അർബുദം 2 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ച് ഡൽഹി എയിംസ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ മൈക്രോ ചിപ്പാണ് വിക്രം 32. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ രാജിവെച്ചു.
നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഫിൻടെക് ഫെസ്റ്റ് ഒക്ടോബറിൽ മുംബൈയിൽ നടക്കും. വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് മധ്യപ്രദേശിലെ ഇൻഡോറിന് 1-ാം റാങ്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് ദി വിസാർഡ്സ് ഓഫ് ക്രെംലിൻ. സംവിധാനം ഒലിവർ അസായസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM-ന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച് കർണാടക. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച് കേരളം. ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ISRO വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോണാണ് കാലഭൈരവ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര. അങ്കിലോസോറസ് ഡൈനസോറുകളുടെ ജീനസായ സ്പൈക്കോമെല്ലസ് എന്ന ഇനം ഡൈനോസറിൻ്റെ ഫോസിൽ മൊറോക്കൻ പട്ടണമായ ബൗൾമാനിൽ കണ്ടെത്തി. 2025 രമൺ മാഗ്സസെ പുരസ്കാരം പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ സന്നദ്ധ സംഘടനയായ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിന്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണിത്. ഏഷ്യൻ നോബൽ എന്നാണ് ഈ പുരസ്കാരം അറിയപ്പെടുന്നത്. 67ാമത് പുരസ്കാര വിതരണമാണ് ഇത്തവണത്തേത്. ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റ് രമൺ മാഗ്സസെയുടെ പേരിലാണ് എല്ലാ വർഷവും ഈ പുരസ്കാരം നൽകുന്നത്. 1957 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. $50,000 സമ്മാനത്തുക. പ്രൊഫസർ MP മന്മഥൻ അവാർഡ് ബിഷപ്പ് ഡോക്ടർ ജോഷ്വ മാർ ഇഗ്നാത്തിയോസിന്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അന്താരാഷ്ട്ര പുരസ്കാരം ഡോക്ടർ ടെസ്സി തോമസിന്. MK സാനു ഗുരുപ്രസാദ പുരസ്കാരം സാഹിത്യകാരൻ NS മാധവന്. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജെൻസി വിപ്ലവം എന്ന പേരിലുള്ള പ്രക്ഷോഭം നേരിട്ട് നേപ്പാൾ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ സൈനിക വ്യോമത്താവളം തെക്കൻ ലഡാക്കിലെ ന്യോമയിൽ നിലവിൽ വരുന്നു.